നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ എത്തിക്സിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ്. യൂണിറ്റിന്റെ പേര് ഇക്വാലിറ്റി എന്നാണ്. ഇക്വാലിറ്റി എന്നുള്ളത് നമുക്ക് ആ ഒരു വീട് എല്ലാവർക്കും പരിചിതമായിരിക്കും. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇക്വാലിറ്റി എന്നുള്ളതിലേക്കൊക്കെ പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സമത്വം എന്നുള്ള അതാണ് അതിന്റെ അർത്ഥം, ഇക്വാലിറ്റി എന്നുള്ളത്. അപ്പൊ ഈ സമത്വം അത് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇക്വാലിറ്റി, സമത്വം അല്ലെ. സമത്വം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരെയും ഒരേ ബഹുമാനത്തോടുകൂടി ഒരേ രീതിയിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളി ഇക്വാലിറ്റി, സമത്വം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരാളുടെ പദവിയോ അല്ലെങ്കിൽ ഒരു ജെൻഡറോ റിലീജിയനോ ഒന്നും വെച്ചല്ല. അതൊരു അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാതെ ഒരുപോലെ നമുക്ക് എല്ലാവർക്കും അവർക്കൊരു ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും കിട്ടണം, എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കത്തക്ക രീതിയിലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈക്വാലിറ്റി, സമത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ ഈ മതമോ സമ്പത്തോ നമ്മുടെ കാസ്റ്റോ ഒന്നും അവിടെ അതൊന്നും ആ ഒരു അവകാശത്തെ അവിടെ ബാധിക്കുന്നതല്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും ഒരു ബഹുമാനത്തോടെ കാണുകയും അവസരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതിൽ അതായത് എല്ലാ മനുഷ്യർക്കും ഒരേ മൂല്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ സമത്വം കൊണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലെ. എല്ലാവർക്കും ഒരേ മൂല്യമാണുള്ളത്, എല്ലാവർക്കും ആർക്കും ഒരു മുൻഗണന ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു ഇക്വാലിറ്റി എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമത്വം നിലനിൽക്കുന്നത് അല്ലെ. നമുക്കറിയാം ഈക്വലി എല്ലാവർക്കും ഒരു ഈക്വലി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ നാട്ടിലെല്ലാം നമുക്ക് ഇക്വാലിറ്റി ഇല്ലാതിരിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു പല തടസ്സങ്ങളും അല്ലെങ്കിൽ പലർക്കും അതിനെതിരെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ. അപ്പം അത് എല്ലായിടത്തും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മൂല്യമുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇക്വാലിറ്റി ഉണ്ടാവുള്ളൂ. ഓരോ മനുഷ്യനും മൂല്യം ഉണ്ടെന്ന്. അപ്പം ഇക്വാലിറ്റി മീൻസ് ട്രീറ്റിംഗ് ഓൾ പീപ്പിൾ വിത്ത് ദ സെയിം റെസ്പെക്ട് and giving them equal rights and opportunity regardless of caste, gender, religion, class or background. ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യരുത് അല്ലെ. അതൊന്നും ബാധിക്കാതെ തന്നെ നമ്മൾ അവരെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. So it is based on the belief that every human being has equal worth. അതാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത് ഇക്വാലിറ്റി എന്നുള്ളത് കൊണ്ട്. ഇനി ഇക്വാലിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന പലതരം ഇക്വാലിറ്റികളുണ്ട്. നമുക്കറിയാം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലീഗൽ ഇക്വാലിറ്റി. ലീഗൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ, നമുക്കറിയാം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അല്ലാതെ അവിടെ ഒരാള് അയാൾക്ക് ഒരുപാട് സ്വത്തുണ്ട്, സമ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അയാള് അവിടെ നിയമത്തിന് മുന്നിൽ ഇതില്ലാതായിരിക്കോ, പരിഗണന കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നിയമത്തിന്റെ ഇതില് ശിക്ഷകളൊന്നും ബാധിക്കാതിരിക്കുകയോ ഇല്ല. ആരാണെങ്കിലും നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ്. നിയമസമത്വം എന്നുള്ളതാണ് ലീഗൽ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്നാണ് സോഷ്യൽ ഇക്വാലിറ്റി. സോഷ്യൽ ഇക്വാലിറ്റി എന്താണ്? എല്ലാവർക്കും എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ മറ്റ് സർവീസസ് എല്ലാം ഒരുപോലെ ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് സോഷ്യൽ എത്തിക്സ് അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും ഈ പറഞ്ഞ സർവീസുകളെല്ലാം സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന എല്ലാ പൊതുസേവനങ്ങളും അവർക്ക് തുല്യമായിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടിയിരിക്കണം. അത് എഡ്യൂക്കേഷൻ ആവട്ടെ, നമ്മുടെ ഹെൽത്ത് കെയർ ആവട്ടെ, മറ്റേത് സർവീസ് ആവട്ടെ, അതെല്ലാവർക്കും ഒരുപോലെ തന്നെ കിട്ടിയിരിക്കണം. അതാണ് സോഷ്യൽ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം. അതായത് ജീവിതത്തിൽ നമ്മൾ എല്ലാവർക്കും മുന്നേറാനുള്ള ഒരു തുല്യ അവസരം ഉണ്ടാവണം. അല്ലാതെ ഒരാൾക്ക് മാത്രമല്ല ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ടത്. ആരൊക്കെയാണോ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ളത് അവർക്കെല്ലാം ആ ഒരു ജീവിതത്തിലേക്ക് മുന്നേറാനുള്ള ഒരു അവസരം എല്ലാവർക്കും കൊടുക്കണം. ഈക്വൽ ചാൻസ് ടു സക്സസ് ദെയർ ലൈഫ് എന്നുള്ളത് കൊണ്ടാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി ചോദിക്കുകയാണെങ്കിൽ ലീഗൽ ഇക്വാലിറ്റി ഉണ്ട്, സോഷ്യൽ ഇക്വാലിറ്റി, അതുപോലെ തന്നെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ. ഇത്രയുമാണ് നമ്മൾ എന്താ പറയാ ഒരു നീതിപൂർണമായിട്ട് എല്ലാവരിലേക്കും ഒരു എന്താ പറയാ ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ
അവിടെ എല്ലാവർക്കും എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാൻ പറ്റുള്ളത്. അതൊരു വലിയ കാര്യമാണ് അല്ലെ. മറ്റൊരാൾക്ക് കിട്ടുന്നു, മറ്റൊരാൾക്ക് കിട്ടുന്നില്ല. അപ്പൊ അവർക്കൊരു മുന്നോട്ട് പോകാനും ഒരു നല്ല രീതിയിലുള്ള സോഷ്യൽ ലൈഫ് കൊണ്ടുവരാനും ഒക്കെ പറ്റുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ്, ഇക്വാലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരും സൊസൈറ്റിയിൽ ഒരുപോലെ ആണെന്നൊക്കെ പറഞ്ഞാലും മറ്റ് കുറച്ച് നമ്മളുടെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും അല്ലെ. അപ്പം അവർക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിഗണന, ഒരുപോലെയുള്ള പരിഗണന മാത്രം കിട്ടിയാൽ മതിയോ? പോരാ. അവർക്കൊരു സ്പെഷ്യൽ പരിഗണന നമ്മൾ കൊടുത്തേ തീരും അല്ലെ. അപ്പം അത് നമുക്ക് അവിടെ ആ ഒരു ഇത് വരുന്നത് അവര് നമ്മളിൽ നിന്നും കുറച്ച് പരിഗണന കൂടുതൽ അർഹിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ്. അപ്പൊ അതിനാണ് നമുക്ക് അവിടെ ഒരു നീതിപൂർണ്ണ സഹായം എന്ന് പറയുന്നത്. ആ ഒരു നീതിപൂർണമായിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എല്ലാ കുട്ടികൾക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരേ ബുക്ക്, ഒരേ എന്താ പറയാ പഠന സഹായം കൊടുക്കുകയാണ്, ഒരേ ബുക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കും. അതൊരു എല്ലാവർക്കും ഒരേ ഇത് കൊടുക്കുന്നത് ഇക്വാലിറ്റിയാണ് അല്ലെ. എല്ലാവർക്കും ഒരേ ബുക്ക് കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷെ ഒരു ശരിക്കും പഠനത്തിലൊക്കെ ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ ശരിക്കും ശരിയായ രീതിയിൽ പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക്, പല കുട്ടികൾ ഉണ്ടാവില്ലേ നമുക്ക് തന്നെ അറിയാം. അങ്ങനെ ഒരു ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ നമ്മളൊരു ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ട്രാ അവർക്കൊരു ഇത് കൊടുക്കുന്നത് അത് എന്തുകൊണ്ടും നീതിപൂർണമായൊരു കാര്യമാണ്. അതൊരു ഇക്വിറ്റി എന്ന് പറയാം. മറ്റത് നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒരേ ബുക്ക്, ഒരേ പഠന സഹായം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് ഈക്വാലിറ്റിയും. അതുപോലെ തന്നെ ഇപ്പം ഒരു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ ഹെൽപ്പ് നമ്മൾ കൊടുക്കുന്നത് അത് ഇക്വിറ്റി എന്നുള്ള രീതിയിലും പറയുന്നു. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ ഇക്വാലിറ്റിയും ഇക്വിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്. അപ്പൊ അത് തന്നെയാണ് ഇക്വിറ്റിയും കൊണ്ട് സമത്വവും നീതിയും എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇക്വിറ്റി എന്നത് എല്ലാവർക്കും ഒരേ നിലയിലെത്താൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ നൽകുന്നത് തന്നെയാണ് ഇക്വിറ്റി. പക്ഷെ നമുക്ക് ചിലർക്ക് കുറച്ച് കൂടുതൽ സഹായങ്ങൾ നൽകുന്നത് അനീതി അല്ല ഒരിക്കലും. അതൊരു നീതിപൂർണമായിട്ടുള്ള കാര്യമാണ്. അവിടെ അനീതി ആവുന്നില്ല. ഈ ഒരു ആവശ്യമുള്ള ആൾക്കാർക്കാണ് നമ്മൾ സഹായങ്ങൾ, കുറച്ച് ആവശ്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ സഹായം നൽകുന്നു എന്നാണ്. അപ്പൊ അതൊരിക്കലും അനീതി ആവില്ല. അതൊരു നീതിപൂർണമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇക്വിറ്റി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. സിമ്പിളിയാണ്. നമുക്ക് കുറച്ച് കെയർ വേണ്ട ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുതൽ സഹായം നൽകുന്നു. അപ്പൊ അനീതിയായിട്ട് കൂട്ടരുത്. അത് നീതിപൂർണമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതാണ് ഇക്വിറ്റി. നമുക്കറിയാലോ റിസർവേഷൻ പോളിസീസ് ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് അല്ലെ. ഒരുപാട് പിന്നെ ആൾക്കാർ ആ ഒരു റിസർവേഷൻ പോളിസീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസബിൾ ആയിട്ടുള്ള ആൾക്കാരും മറ്റ് ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ്, ഗാന്ധിസ് കോൺസെപ്റ്റ് ഓഫ് സർവോദയ. സർവോദയ എന്നുള്ളൊരു ആശയം നമ്മൾ മുന്നേ ഗാന്ധിയുടെ യൂണിറ്റുകളിൽ, മഹാത്മാഗാന്ധി എന്നുള്ള ആ കോഴ്സിൽ നമ്മൾ സർവോദയ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഗാന്ധിസ് കോൺസെപ്റ്റ് ഓഫ് സർവോദയ. ഗാന്ധിജിയുടെ സർവോദയ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആശയം എന്തായിരുന്നു എന്ന്. സർവോദയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും ഉന്നമനം എന്നുള്ളതാണ് സർവോദയ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപോലെയുള്ള ഉയർച്ച എന്നുള്ളതാണ്. അതായത് ദുർബല വിഭാഗങ്ങളെ നമ്മളുടെ ഇടയിൽ ദുർബല വിഭാഗങ്ങളുണ്ട്. അവരുടെ ഒരു നന്മ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥ ഒരു പുരോഗതി ഉണ്ടാവൂ എന്നതാണ് ഗാന്ധിജിയുടെ ഒരു വിശ്വാസം. എല്ലാവരും ഉയരണം, എല്ലാവർക്കും ഒരുപോലെ ഒരു ഉയരണം. അതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ, നമുക്കറിയാം. അവർക്കും കൂടി നന്മ ഉറപ്പാക്കിയാൽ മാത്രമേ അവിടെ ഒരു യഥാർത്ഥ രീതിയിൽ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അതാണ് ഗാന്ധിജിയുടെ ഒരു സർവോദയ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം അല്ലെങ്കിൽ നന്മ അത് ഉറപ്പാക്കണം എന്നുള്ളതാണ് ഗാന്ധിജി ആ ഒരു കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ സർവോദയ എന്നുള്ള കോൺസെപ്റ്റ്, അതാണ് സർവോദയയുടെ മീനിങ് വരുന്നത്. എല്ലാവരുടെയും ഉന്നമനം, അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഓൾ എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇത് സിമ്പിൾ ഇത് തന്നെ. എല്ലാവരെയും, അതിന്റെ കൂടെ തന്നെ നമ്മളുടെ ഒരു ദുർബല വിഭാഗത്തിനെ കുറച്ചുകൂടി അവരുടെ നന്മ അവരെ ഉദ്ദേശിച്ചുകൂടി നടപ്പാക്കണം, എങ്കിൽ മാത്രമേ പുരോഗമനം ഉണ്ടാവൂ എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഓക്കെ. അതിന്റെ എക്സാമ്പിൾ ആണ് ഒരു നമ്മളുടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നമ്മളുടെ ഈ ഒരു ദുർബല വിഭാഗക്കാർക്ക് കൂടി അതിനുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം.
അത് ഇപ്പൊ ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അതൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സർവോദയല്ല. ഈക്വൽ ആയിട്ട് കിട്ടണം. അറ്റ് ദ സെയിം ടൈം നമ്മളെ ദുർബല വിഭാഗക്കാർക്ക് കൂടി അവരുടെ നന്മ കൂടെ നമ്മൾ ആ ഒരു സമയത്ത് ഉറപ്പാക്കണം. റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല, പുവർ ആയിട്ടുള്ള ആൾക്കാരെ കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഗാന്ധിജി ഉദ്ദേശിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു സർവോദയ എന്നുള്ള ഒരു പിന്നെ ആശയം. ഇനി ഇക്വാലിറ്റി ആസ് ഡെമോക്രാറ്റിക് വാല്യൂ. ജനാധിപത്യത്തിലെ നമ്മുടെ സമത്വം എന്താണ്, എങ്ങനെയാണെന്ന് ചോദിക്കാം. നമ്മുടെ ജനാധിപത്യത്തിന്റെ, നമ്മുടെ ഡെമോക്രസിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തന്നെ സമത്വമാണ്, ഇക്വാലിറ്റിയാണ് അല്ലെ. ജനാധിപത്യത്തിൽ ആരും ഒരാൾക്കും നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല, എല്ലാവരും ഈക്വൽ ആണെന്ന് തന്നെ പറയുന്നതാണ് ജനാധിപത്യം, ഡെമോക്രസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻ തന്നെ ഇക്വാലിറ്റി ആണ്. അതുപോലെ തന്നെ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം, നമുക്ക് എല്ലാവർക്കും വോട്ടവകാശം ചെയ്യാനും അഭിപ്രായം പറയുവാനുമുള്ള, ഭരണത്തിൽ പങ്കാളിയാകാനൊക്കെ തുല്യമായിട്ടുള്ള അവകാശമുണ്ട്. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. നമുക്ക് വോട്ട് ചെയ്യാനും ഭരണത്തിൽ പിന്നെ നിൽക്കാനും അതുപോലെ തന്നെ അഭിപ്രായം പറയാനും ഒക്കെയുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഡെമോക്രസി, ക്വാളിറ്റി ആസ് ഡെമോക്രസി വാല്യൂ, ഡെമോക്രാറ്റിക് വാല്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജനാധിപത്യത്തിലെ സമത്വം എന്നുള്ളത് കൊണ്ട്. അതിന്റെ ഫൗണ്ടേഷൻ തന്നെ ആലോചിക്കുക, ഇക്വാലിറ്റി എന്നുള്ളത് തന്നെയാണ് ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻ. ആൻഡ് ഓൾസോ എവറി സിറ്റിസൺ ഹാസ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് സച്ച് ആസ് വോട്ടിംഗ്, നമ്മളെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയിട്ടുള്ള വോട്ടിങ്ങും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനും അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവർണൻസ്, നമ്മളുടെ ഭരണത്തിൽ പങ്കാളിയാകാനൊക്കെയുള്ള തുല്യമായ അവകാശമുണ്ട് എന്നുള്ളതാണ് ഇക്വാലിറ്റി നമ്മളുടെ ഡെമോക്രാറ്റിക് ഒരു വാല്യൂ പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉണ്ടല്ലോ, 1 person 1 vote എന്നുള്ളത്, അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, പെട്ടെന്ന് ഓർക്കാണ് കേട്ടോ. ഇനി ഫോർമൽ വേഴ്സസ് സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി, അതായത് ഒരു യഥാർത്ഥ സമത്വവും അതൊരു ഫോർമൽ സമത്വവും തമ്മിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫോർമൽ ഇക്വാലിറ്റി ട്രീറ്റ് എവ്രി വൺ ദ സെയിം അല്ലെ. ഫോർമൽ ഇക്വാലിറ്റിയിൽ നമ്മളൊരു നിയമം എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ബട്ട് സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പിന്നോക്ക വിഭാഗക്കാരെ, പിന്നെ പറഞ്ഞില്ല, പിന്നോക്ക അവസ്ഥ പരിഗണിച്ച് ഒരു കുറച്ച് എക്സ്ട്രാ സഹായം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ നോർമൽ ഫോർമൽ ഇക്വാലിറ്റി കൊണ്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള കാര്യങ്ങൾ കിട്ടുന്നു. മറ്റത് ഒരു പറയുകയാണെങ്കിൽ സ്റ്റാൻഡിറ്റീവ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു പിന്നെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അവരെ പരിഗണിച്ചിട്ട് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ സഹായം, അധിക സഹായം നൽകുന്നു എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവ എല്ലാവർക്കും എക്സാംസ് ഒക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലെ. അത് നമ്മളൊരു ഫോർമൽ ഇക്വാലിറ്റിയുടെ ഉദാഹരണവും. ഇപ്പൊ ചില കുട്ടികൾക്ക് ഇപ്പൊ പാവപ്പെട്ട കുട്ടികൾക്ക് നമുക്ക് സ്കോളർഷിപ്പ് പദ്ധതിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് നമുക്കൊരു ഈ ഒരു സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി നമ്മൾ മുന്നേ ഇക്വാലിറ്റിയുടെ മീനിങ് ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ലീഗൽ ഇക്വാലിറ്റി, അതുപോലെ തന്നെ സോഷ്യൽ ഇക്വാലിറ്റി, അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ടൈപ്പ് ഓഫ് ഇക്വാലിറ്റി എന്നുള്ള അണ്ടറിൽ വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലീഗൽ ഇക്വാലിറ്റി, നിയമ സമത്വം എന്നുള്ളത്. നിയമസമത്വം എന്നുള്ളത് നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്, ഒരാൾക്കും അതിൽ നിന്ന് മാറിപ്പോവാൻ പറ്റില്ല, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ഈക്വൽ ലോ ഫോർ ഓൾ എന്നുള്ളതാണ് ആ ഒരു നിയമസമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്നാണ് സാമൂഹിക സമത്വം, സോഷ്യൽ ഇക്വാലിറ്റി. എന്താണ്, എല്ലാവർക്കും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഹെൽത്ത് കെയറും മറ്റു സർവീസും ഒക്കെ ഈക്വൽ ആയിട്ട് കിട്ടണം എന്നുള്ളതാണ്, ലഭിക്കണം എന്നുള്ളതാണ് സോഷ്യൽ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതർ സർവീസസ് എന്നുള്ളതെല്ലാം കിട്ടുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ ഇക്വാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്നാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, രാഷ്ട്രീയ സമത്വം. അതിൽ നമ്മൾ വോട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിൽ വരുന്നതാണ്. ഈക്വൽ റൈറ്റ് ടു വോട്ട് ആൻഡ് കോണ്ടസ്റ്റ് ഇലക്ഷൻ, നമ്മൾ ഇലക്ഷനിൽ നമുക്ക് വോട്ട് ചെയ്യാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെയുള്ള അവകാശം അത് തുല്യമാണ്, അതാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. ഇനിയൊന്ന് എക്കണോമിക് ഇക്വാലിറ്റി, സാമ്പത്തിക സമത്വം. സാമ്പത്തിക സമത്വം എന്താണ്, ഫെയർ ഇൻകം ആൻഡ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും സമ്പത്ത് നീതിപൂർണമായതും അതുപോലെ തന്നെ നീതിപൂർണമായിട്ടുള്ള വിതരണം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളുടെ എക്കണോമിക് ഇക്വാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈക്വൽ പേ, ഈക്വൽ വേജസ് കിട്ടണം എന്നൊക്കെ പറയില്ലേ, അതാണ് ആ ഒരു എക്കണോമിക്കൽ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മിനിമം വേജ് ഉണ്ടാവണം, ഈക്വൽ പേ എല്ലാവർക്കും ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് എക്കണോമിക്കൽ ഇക്വാലിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുമ്പിലെ ആ ഒരു സമത്വം മുമ്പിൽ എങ്ങനെയായിരുന്നു ആ ഒരു സമത്വം എന്നുള്ളത് നോക്കാം. നമ്മൾ ആർട്ടിക്കിൾ 14 നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ആർട്ടിക്കിൾ 14 മുന്നേ നമുക്ക് പിന്നെ ഭാരതത്തില് നമ്മൾ ആ ഒരു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനില് സമത്വം ഉറപ്പാക്കുന്ന രീതിയിൽ, അതായത് നമ്മളെ അനീതിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, സർക്കാർ നടപടികളല്ലേ നീതി അല്ലാത്ത രീതിയിലുള്ള അനിയമിതമായിട്ടുള്ള എല്ലാ നടപടികളെയും അത് തടയുന്നുണ്ടായിരുന്നു. നമ്മളുടെ ആ ഒരു ഇപ്പം ഭരണഘടന ആർട്ടിക്കിൾ 14 നമ്മള് മുന്നേ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ എന്തെങ്കിലും നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും സർക്കാർ നടപടികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം തടയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ആർട്ടിക്കിൾ 14 മുന്നേ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, ആർട്ടിക്കിൾ 14 പ്രകാരം. ഓക്കെ, ഇനി നമ്മള് അത് പറയുകയാണെങ്കിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഉണ്ട്, ആർക്കും വലിയ ഒരു എന്താണ് ഞാനൊരു പൊളിറ്റിക്കൽ ലീഡറാണ് അല്ലെങ്കിൽ ഞാൻ വലിയ പദവിയിലിരിക്കുന്ന ആളാണ് എന്നുള്ളതൊന്നും ഇല്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14. എല്ലാവരും തുല്യരാണ് നമ്മളുടെ നിയമത്തിന് മുന്നിൽ എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഇക്വാലിറ്റി ഇതിന്റെ മുന്നേ തന്നെ നമ്മുടെ ലോയില്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 14 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി റൂൾ ഓഫ് ലോ, നിയമാധിപത്യം. എന്താണ് നിയമാധിപത്യം എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും, ഇപ്പം നമ്മളെ സർക്കാരും നമ്മുടെ പൗരന്മാരും എല്ലാവരും നിയമത്തിന് വിധേയരായിരിക്കണം എന്നുള്ളതാണ് റൂൾ ഓഫ് ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവ്രി വൺ ഇൻക്ലൂഡിംഗ് ദ ഗവൺമെന്റ് ആവട്ടെ മസ്റ്റ് ഫോളോ ദ ലോ. ലോ ഷുഡ് ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. ആരും ആവട്ടെ, നമ്മുടെ പൗരന്മാരാവട്ടെ അല്ലെങ്കിൽ സർക്കാരാവട്ടെ, ആരായാലും നിയമത്തിന് വിധേയരായിരിക്കണം എന്നുള്ളതാണ് റൂൾ ഓഫ് ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആർക്കും ഒരു വേർതിരിവില്ല. എവ്രി വൺ ഇൻക്ലൂഡിംഗ് ദ ഗവൺമെന്റ് മസ്റ്റ് ഫോളോ ദ ലോ. ആരായാലും നമ്മൾ ലോ ഫോളോ ചെയ്തിരിക്കണം. ഗവൺമെന്റ് ആണ്, ഞങ്ങൾ ഭരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് സർക്കാരാണ്, അതുകൊണ്ട് ഞാൻ നിയമം പാലിക്കില്ല അങ്ങനെ പറയാൻ പറ്റും? ഇല്ല, എല്ലാവരും ഈ ഒരു നിയമത്തിന് വിധേയരായിരിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇൻഇക്വാലിറ്റീസ് ബേസ്ഡ് ഓൺ ഐഡന്റിറ്റി. നമ്മളിലെ അടിസ്ഥാനമായിട്ടുള്ള അടയാള അടിസ്ഥാനത്തിലുള്ള അസമത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഇടയിൽ ഒരുപാട് അസമത്വങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂടെ നമുക്ക് പല രീതിയിലും പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസമത്വം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇൻഇക്വാലിറ്റി വരുന്നുണ്ട്, നമ്മുടെ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ട് ഇൻഇക്വാലിറ്റീസ് നമുക്ക് വരുന്നുണ്ട് പലയിടത്തും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കാസ്റ്റ് ഇൻഇക്വാലിറ്റി, ജാതിപരമായിട്ടുള്ള വിവേചനം. നമ്മൾ മുന്നേ അത്ര ഇല്ലെങ്കിലും പല രീതിയിലും പലയിടത്തും ജാതി വിവേചനം നേരിടുന്നുണ്ട്. അത് മറ്റൊരു നമ്മുടെ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഇക്വാലിറ്റിയാണ്. എഡ്യൂക്കേഷൻസ്, നമ്മളുടെ ഒരു ദളിത് അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ നമ്മൾ തടയുന്നു എന്നുള്ളിടത്തൊക്കെ അതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നെക്സ്റ്റ് ജെൻഡർ ഇൻഇക്വാലിറ്റി, ലിംഗ അസമത്വം. അതെന്താണ്? അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വുമൻസിന് കുറച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കുറച്ച് വേതനവും പക്ഷെ പുരുഷന്മാർക്ക് കുറച്ചേറെ വേതനം കൂട്ടുന്നു, ഒരേ വർക്കിന് അങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് അത് നമുക്കൊരു ലിംഗ അസമത്വം എന്നുള്ള രീതിയിൽ, ജെൻഡർ ഇൻഇക്വാലിറ്റി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. നെക്സ്റ്റ് എത്തിക് മാർഗനൈസേഷൻ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം മൈനോറിറ്റി വിഭാഗക്കാരുണ്ടല്ലോ, അവർക്ക് ഈ രീതിയിൽ അവർക്കൊരു ഇൻഇക്വാലിറ്റി പല രീതിയിലും കാണാറുണ്ട്. ഇനി റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, അത് നമ്മളുടെ ജോബ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ അവിടെ നമുക്കൊരു അസമത്വം കാണിക്കാറുണ്ട് പലയിടത്തും. നമുക്ക് അറിയാം അതൊക്കെ അല്ലെ. ഈ ഒരു റിസർവേഷന്റെ കാര്യത്തിലും അല്ലാതെ ജനറൽ കാറ്റഗറിയുള്ള ആളുടെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലോർത്താൽ മതി. ഇതൊരു റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ആണ്. പിന്നെ ഇന്റർസെക്ഷനാലിറ്റി, അതിൽ വരികയാണെങ്കിൽ ഒരേ സമയം പല വിവേചനങ്ങൾ നേരിടേണ്ടി വരാം. ഒരാൾക്ക് ഒരു വിവേചനം മാത്രമല്ല, ഇപ്പൊ ചിലർക്ക് ജാതി വിവേചനം മാത്രമായിരിക്കും. അറ്റ് ദ സെയിം ടൈം പല ടൈപ്പിലുള്ള വിവേചനങ്ങൾ ഒരാൾ നേരിടേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ള കൊണ്ട് അർത്ഥമാക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇൻഇക്വാലിറ്റീസ് ബേസ്ഡ് ഓൺ ഐഡന്റിറ്റി. ഈ ഒരു ഐഡന്റിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഇടയിൽ ഇൻഇക്വാലിറ്റീസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് മെയിൻ ചെയ്യുന്നത്. ഇത്രയൊരു പിന്നെ കുറച്ച് എക്സാമ്പിൾസ് കൂടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ഓക്കെ, കാസ്റ്റ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, എത്തിക്കൽ ഉണ്ട്, അതേപോലെ തന്നെ റിലീജിയസ് ഉണ്ട്, ഇന്റർസെക്ഷനാലിറ്റി ഉണ്ട്. ഇത്രയുമാണ് നമ്മളുടെ ഒരു ഇൻഇക്വാലിറ്റീസ് നമ്മൾക്കിടയിലുള്ളത്, ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇടയിൽ സോഷ്യലായിട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടും ഒരുപാട് വിലക്കുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ, എക്സ്ക്ലൂഷൻസ് ഉണ്ടാവാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്ക്ലൂഷൻ എന്നുള്ളത് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രധാന മേഖലകളിലെല്ലാം ആളുകളെ ഒഴിവാക്കുന്നത് ആരാണ്? മെയിൻ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ആ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിലക്കുകൾ നമുക്ക് എപ്പോഴും നേരിടാറുണ്ട് അല്ലെ. രാഷ്ട്രീയപരമായിട്ടുള്ളതുണ്ട്, സോഷ്യലി നമുക്ക് വിലക്കുകൾ എല്ലാവർക്കും നേരിടാറുണ്ട്. ഇപ്പൊ അതൊരു എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് കെയർ ആവട്ടെ, ജോബ് ആവട്ടെ, ഒക്കെ അവിടെ എല്ലാം നമുക്ക് അതിനൊരു വിലക്കുകൾ വരാറുണ്ട്. അപ്പൊ ആളുകളെ ഇങ്ങനെ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിവാക്കുന്നത് ഒരു സാമൂഹിക സോഷ്യൽ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഒരു രീതിയിൽ, രാഷ്ട്രീയ രീതിയിൽ ഒരു വിലക്ക് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സ്ക്ലൂഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതില് പിന്നെ പല രീതിയിലും നമ്മൾ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. നമ്മളുടെ പല ന്യൂസുകളാണെങ്കിലും അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എഡ്യൂക്കേഷന്റെ എഡ്യൂക്കേഷൻ മേഖലയാവട്ടെ, ഹെൽത്ത് കെയർ ആവട്ടെ, ജോബ് ആവട്ടെ, എന്തോ ആവട്ടെ, അതിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം വിലക്കുകളെല്ലാം നമ്മൾ നേരിടാറുണ്ട്. നമ്മളല്ലെങ്കിലും നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ടേമാണ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് നമ്മുടെ തൊഴിലിടങ്ങളിലെ നമ്മളുടെ ചൂഷണമാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് തൊഴിലിടങ്ങളിൽ ചൂഷണം നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം കഥകളെല്ലാം നമുക്ക് നമ്മളുടെ ചുറ്റും നമ്മൾ അറിയാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് തൊഴിലിടങ്ങളിൽ നേരിടുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെ നമുക്ക് കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. നമ്മൾക്കിടയിൽ ഒരുപാട് പേര് ജോബ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ നമുക്കൊരു മൈഗ്രന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയാം. പക്ഷെ അവർക്ക് എന്താ പറയാ, കെട്ടിടം പണിക്കാരുണ്ടാകും, അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകും. അപ്പൊ അവർക്ക് ആ ഒരു സേഫ്റ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. പലപ്പോഴും അവർക്ക് സേഫ്റ്റി ഉണ്ടോ? ഇല്ല, അവർക്ക് ആ ഒരു സേഫ്റ്റി ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ജോബായിരിക്കും. പക്ഷെ അതിനുള്ള വേതനമാണോ അവർക്ക് കിട്ടുന്നത്? അല്ല. അപ്പൊ അത് നമുക്ക് ഈ ഒരു തൊഴിൽ ചൂഷണത്തിന്റെ അണ്ടറിൽ വരാം. ആ ഒരു എക്സാമ്പിള് നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളാവട്ടെ, അല്ലെങ്കിൽ റിസ്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജോബുകൾ ചെയ്യുന്ന ഒരാൾക്കാർക്ക് അതിന് തുല്യമായിട്ടുള്ള ഒരു വേതനം കിട്ടുന്നില്ല. അറ്റ് ദ സെയിം ടൈം അവർ ഒരു സേഫ്റ്റി ഉണ്ടാവില്ല. അവരുടെ ജീവൻ പണയം വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ജോബുകൾ ഉണ്ടാവും, പക്ഷെ അവർക്ക് അതിലൊരു സേഫ്റ്റി ഇല്ല. അതുപോലെ തന്നെ ആ ജോലിക്കുള്ള റിസ്ക് അനുസരിച്ചുള്ള വേജസ് അവർക്ക് കിട്ടുന്നുമില്ല. അപ്പൊ അത് നമ്മളുടെ ഒരു തൊഴിൽ ചൂഷണത്തിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതില് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈൽഡ് ലേബർ, അതൊരു തൊഴിൽ ചൂഷണമാണ്. നമ്മുടെ ഇൻഫോർമൽ വർക്കും അൺസേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതൊരു തരം തൊഴിൽ ചൂഷണമാണ്. എത്തിക്കൽ ഇഷ്യൂസ്, അതായത് നമ്മുടെ എത്തിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അവരെ കൺസിഡർ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ തൊഴിൽ ചൂഷണം വരും. ഇനി നമ്മുടെ ജസ്റ്റിസും നമ്മളുടെ എന്താ പറയാ ഒരു തുല്യതയില്ലാതെ ഒക്കെയുള്ള കാര്യങ്ങളല്ല, തുല്യതയില്ലാതെ നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് ഒരു ഇത് വരുന്നു, അതൊക്കെ നമുക്കൊരു തൊഴിൽ ചൂഷണത്തിന്റെ അണ്ടറിൽ വരാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് തൊഴിൽ ചൂഷണം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. ഓക്കെ, സാമൂഹിക വൈവിധ്യം അല്ലെങ്കിൽ സാമൂഹികത്തിൽ ഉൾപ്പെടുന്ന വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റി എന്താണ് എന്നുള്ളതാണ്. ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയാം. ഇപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ ഈ ഒരു എന്താ പറയാ ഉൾപ്പെടാൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ, നമ്മളുടെ പാർട്ടിസിപ്പേഷൻ, നമ്മളുടെ പല കാര്യത്തിലും പാർട്ടിസിപ്പേഷൻ, ലൈക്ക് നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും
ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സമ്പൂർണ്ണ പങ്കാളിത്തവും ബഹുമാനവും ഉറപ്പാക്കുന്നതാണ് സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മള് സ്കൂള് അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് സ്പേസസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും ചെല്ലാം അല്ലെ. അത് പബ്ലിക് ഏരിയ, പബ്ലിക് പ്ലേസസ് ആണ്. നമ്മള് പിന്നെ സ്കൂൾസും മറ്റ് പബ്ലിക് ആക്സസബിൾ ആയിട്ടുള്ള ഒരുപാട് സ്പേസ്. അപ്പൊ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സമ്പൂർണ്ണ പങ്കാളിത്തവും ബഹുമാനവും ഉറപ്പാക്കുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊതുസ്ഥലങ്ങളിലെല്ലാം പോവാം. അവിടെ നമ്മൾക്ക് പോകുന്നതിനും അക്സസബിൾ ആണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് അവിടെ ഒരു റെസ്പെക്റ്റ് ആയിട്ട് നമ്മളൊരു ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. ഡിഗ്നിറ്റി നോക്കിയിട്ട് എല്ലാവരെയും ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആർക്കും അവിടെ പോകാൻ പാടില്ല, അങ്ങനെയൊന്നും പാടില്ല അല്ലെ. നമുക്ക് ഈക്വലി അവിടെ ഉണ്ടാവണം. ആ ഒരു സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ സ്കൂളൊക്കെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, മറ്റ് പിന്നെ പബ്ലിക് പിന്നെ എന്താ പറയാ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അവിടെ ഈക്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻസും അതുപോലെ നമ്മളുടെ ഡിഗ്നിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ, അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റില്ല, നിങ്ങൾ ഇന്നൊരു ജാതിയുടെ അന്തരമുള്ള ഒരാളാണ്, നിങ്ങൾ റിലീജിയസ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല, അങ്ങനെയില്ല. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം ഈക്വലി ട്രീറ്റ് ചെയ്യണം. നമുക്ക് ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ലഭിച്ചിരിക്കണം. അതാണ് സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഈ ഇൻക്ലൂഷൻ സ്കൂളിലേക്കും നമ്മളെ പബ്ലിക് സ്പേസിലേക്കും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അത് ലഭിച്ചിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്തത് ഇക്വാലിറ്റി എന്നുള്ളത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. അത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സമത്വം എന്നുള്ളത്, ഇക്വാലിറ്റി എന്നുള്ളത് നമ്മുടെ ഡെമോക്രാറ്റിക്കിന്റെ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്, ഹൃദയമാണെന്നൊക്കെ പറയാം. ഇക്വാലിറ്റി എന്ന് പറയുന്നത്, ഇക്വാലിറ്റി ഇല്ലാതെ നമ്മളുടെ ഒരു ജനാധിപത്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഡെമോക്രാറ്റിക് ഒരു വാല്യൂ ഉണ്ടാവുന്നത് തന്നെ ഇക്വാലിറ്റിയാണ്, അതിന്റെ ഫൗണ്ടേഷൻ ആണ്. മറ്റൊന്ന്, യഥാർത്ഥ സമത്വം എന്നുള്ളത് നീതി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി ഇൻഷുർ റിയൽ ജസ്റ്റിസ്, അതൊരിക്കലും അനീതിയല്ല. നമുക്ക് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഇത് കൊടുക്കേണ്ട ആൾക്കാർക്ക് അത് കൊടുക്കുമ്പോൾ അത് അനീതിയല്ല, അത് നീതിപൂർണമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഐഡന്റിറ്റി ബേസ്ഡ് ഇൻഇക്വാലിറ്റി സ്റ്റിൽ എക്സിസ്റ്റ്, അത് ശരിയാണ് അല്ലെ. നമ്മുടെ വിവേചനങ്ങൾ ഇന്നും നമ്മൾക്ക് ഉള്ളിലുണ്ട്, പണ്ടത്തെ പോലെ അത്രയും ഇല്ലെങ്കിൽ കൂടെ, പക്ഷെ ഇൻഇക്വാലിറ്റീസ് നമ്മൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ലേബർ എക്സ്പ്ലോഷൻ വയലേറ്റ്സ് എത്തിക്സ്, നമ്മുടെ തൊഴിൽ ചൂഷണം ഒരു അനീതിപരമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ സേഫ്റ്റി ഉറപ്പാക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള വേതനം ലഭിക്കുക, ചൈൽഡ് ലേബർ, നമുക്ക് നല്ലൊരു വർക്കിംഗ് ഇൻവോൾവ്മെന്റ് ഒക്കെ കിട്ടുക എന്നൊക്കെ ഉള്ളത് നമുക്കത് പിന്നെ ഇപ്പോഴും തൊഴിൽ വിവേചനം എന്നുള്ളത്, തൊഴിൽ ചൂഷണം എന്നുള്ളത് നടക്കുന്നുണ്ട്. അതൊരു അനീതിപരമായിട്ടുള്ള കാര്യമാണ്. ഇൻക്ലൂഷൻ സ്ട്രിക്ട്നെസ് ഡെമോക്രസി, നമ്മളുടെ പറഞ്ഞല്ലോ, നമ്മളെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാനും പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പല കാര്യങ്ങളും ഡിഗ്നിറ്റി നോക്കുന്നതൊക്കെ അത് നമ്മുടെ പിന്നെ നമ്മുടെ ഒരു ഡെമോക്രസിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണത്. നമ്മളുടെ ഇടയിൽ അതുണ്ടാവുമ്പോൾ തന്നെ എന്താണ്, നമുക്കത് കുറച്ചുകൂടി നല്ലൊരു ഡെമോക്രസി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഡെമോക്രസി കുറച്ചുകൂടി സ്ട്രിക്ട്നെസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. എല്ലാരെയും ഒരുപോലെ എല്ലായിടത്തും ഉൾക്കൊള്ളുക എന്നുള്ളത്, അങ്ങനെയാണ് ഡെമോക്രസിക്ക് ഒരു സ്ട്രിക്ട്നെസ് കൊടുക്കുന്നത്. ഓക്കെ, അത് ഞാൻ ഇപ്പൊ ഒരു എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞതുള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, യൂണിറ്റിൽ പറഞ്ഞത്, വിശദമായി പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് കുറച്ചുകൂടി അതിന്റെ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഒരു എക്സാമ്പിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തത്. അപ്പം എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു ക്ലാസ്സുകൾ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ കാണാൻ പറ്റും. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.